19/2/2026 വ്യാഴാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം അശ്വതി, മകം, മൂലം നക്ഷത്രക്കാർക്ക്. ഇത് കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല. ഓരോ നക്ഷത്രത്തെയും അടിസ്ഥാനമാക്കി ഭാവം തീരുമാനിച്ച്, കൂടുന്ന 2.25 നക്ഷത്രത്തിനാണ്. ഇത് ഓരോ നക്ഷത്രത്തെ എടുത്ത് ഭാവം കണക്കൂട്ടിയിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് കുറച്ച് സൂക്ഷ്മമായിരിക്കും. അതുപോലെ വ്യാഴം നല്ല സ്ഥലത്ത് വന്ന് എന്ന് വെച്ച് എല്ലാവർക്കും ആ വ്യാഴം നല്ല സ്ഥലത്ത് വന്നവർക്കെല്ലാം നല്ലയാകണമെന്നൊന്നും അർത്ഥമില്ല. കാരണം വ്യാഴം മാത്രമല്ല ഫലം തീരുമാനിക്കുന്നത്. വ്യാഴം നല്ലയിടത്ത് വന്നെന്ന് വെച്ച് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫലം കിട്ടിയില്ല എന്ന് വരും. അതേസമയം വ്യാഴം മോശമെടുത്താണ് ഉള്ളതെങ്കിൽ മോശമാകണമെന്നൊന്നും ഇല്ല. കാരണം മറ്റുള്ള ഗ്രഹങ്ങൾ നല്ലയിടത്താണെങ്കിലും. അപ്പോൾ വ്യാഴം എന്ന ഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, നല്ലതാണോ മോശമാണോ, ഈ നിലയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. പിന്നെ വ്യാഴന് പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്. കൂടാതെ അത് കുറച്ചു കാലം അവിടെ നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് കുറച്ചു കാലത്തേക്ക് കാണും. ഇപ്പോൾ വ്യാഴം മാറുന്നത് അശ്വതി, മകം, മൂലം നക്ഷത്രക്കാർക്കാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴൻ്റെ മാറ്റമനുസരിച്ച് വ്യാഴൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. അശ്വതിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നല്ല സ്ഥലത്തൊന്നുമല്ല ഉള്ളത്. ഇതുവരെ കുടുംബത്തിൻ്റെ ഭാവത്തിൽ, വിദ്യാഭ്യാസ ഭാവത്തിലെല്ലാം നിന്നിരുന്നത്. അത് കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ്. കുടുംബപരമായിട്ട് അത്ര നല്ല സമയമല്ല, വിദ്യാഭ്യാസപരമായിട്ട് നല്ല സ്ഥലത്തായിരുന്നില്ല, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല സ്ഥലത്തായിരുന്നില്ല വ്യാഴം. അപ്പം അത്ര നല്ല സ്ഥലത്തല്ല ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി പോകുന്നത് മോശസ്ഥാനത്തേക്ക് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി മോശമാണ്. അപ്പോൾ ഇനിയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇനി എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തിയില്ലാത്ത തരത്തിലുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ കുറച്ച് വളരെ മോശസ്ഥാനത്തേക്ക് തന്നെ എന്ത് തന്നെ കിട്ടിയെന്ന് വെച്ചാലും നമുക്ക് അത് അനുഭവിക്കാനുള്ള യോഗമില്ലാത്ത അവസ്ഥ, ഇല്ലെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടെങ്കിലല്ലേ എന്തിനും കാര്യമുള്ളൂ. തൃപ്തിയില്ലാത്ത ഒരവസ്ഥ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മോശ സ്ഥലം, ഇതുവരെ മോശമാണെങ്കിൽ അതിനെക്കാട്ടി കുറച്ച് മോശ സ്ഥലം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പം വ്യാഴൻ്റെ സ്ഥിതി അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി മോശമായ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അതായത് നമുക്ക് അനുഭവ ഗുണമില്ല, ഒരലസതയെല്ലാം നമുക്ക് അനുഭവപ്പെടും. എല്ലാ കാര്യത്തിനും മതിയെന്ന് കുറച്ചാലും കഴിയട്ട്, അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും. ഇനി നമുക്ക് മകം നക്ഷത്രത്തിന് എങ്ങനെയാണെന്ന് നോക്കാം. മകത്തിന് പൊതുവെ മോശ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു അലസത, അനാവശ്യമായ പണം ചെലവ് ചെയ്യാനുള്ള ടെൻഡൻസി, ഇല്ലെങ്കിൽ വേണ്ടാതെ പണം നഷ്ടപ്പെട്ടു പോവുക, ഇല്ലെങ്കിൽ ആരെങ്കിലും പറ്റി ഇത്തരം ഒരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത്. ഒന്നിനും ഒരു തൃപ്തിയില്ലായ്മ, അങ്ങനെയുള്ളൊരു ഭാവത്തിലായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത്. പക്ഷേ വ്യാഴം ഇപ്പോൾ നല്ല സ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ്. അതായത് എല്ലാ കാര്യത്തിനും ഉന്മേഷം തോന്നും, ഉത്സാഹം തോന്നും. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലെല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഇറങ്ങുന്നവർക്ക് വളരെ നല്ല സ്ഥാനത്തേക്കാണ് വന്നത്. ബിസിനസ്സുകാർക്ക് വളരെ നല്ല സ്ഥാനത്താണ്. അവർക്കെല്ലാം ലാഭം കിട്ടുക, അധ്വാനിക്കാതെ പണം കൈമേൽ വരും. എന്തെങ്കിലും പ്രോപ്പർട്ടിയെല്ലാം വിട്ട് പണമെല്ലാം കിട്ടാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നും പണം കിട്ടാനുണ്ട്, അവർക്കെല്ലാം എളുപ്പത്തിൽ ഈ സമയത്ത് പണം കിട്ടും. വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് നല്ലൊരു സമയമാണ്. അപ്പം വിദേശത്തേക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഈ സമയത്ത് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ
ബിസിനസ് എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല സ്ഥലമാണ്. അതിനിറങ്ങിത്തിരിക്കാൻ പറ്റിയ സമയമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും. എന്തെങ്കിലും പണം എവിടെ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കിട്ടും. അങ്ങനെയുള്ളൊരു ഇപ്പോൾ ഷെയർ മാർക്കറ്റെല്ലാം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിക്ഷേപിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണിത്. വ്യാഴം നല്ല സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷെയർ മാർക്കറ്റ് എളുപ്പത്തിൽ പണം കിട്ടേണ്ട അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവത്തിലാണ് വ്യാഴം മാറിയിരിക്കുന്നത്. എന്തെങ്കിലും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരിൽ ഇപ്പം തന്നെ ശ്രമിക്കണം. ഇപ്പോഴും മകം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സ്ഥലത്താണ്. നല്ല സ്ഥാനം നിൽക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥാനം ഏതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാവത്ത് തന്നെയാണ്. അത്രയും നല്ലൊരു സ്ഥാനമാണ്. ഇനി നമുക്ക് മൂലം നക്ഷത്രത്തെ പറ്റി ചിന്തിച്ചു നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ കഷ്ടപ്പാട് ദുരിതത്തിൻ്റെ ഒരു ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന സ്ഥാനത്താണ് വ്യാഴം ഉണ്ടായിരുന്നത്. ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീണെന്ന് വരും. ഓപ്പറേഷൻ പോലെയുള്ളതിനൊന്നും പറ്റിയ സമയമായിരുന്നില്ല. പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം പെട്ടെന്ന് ഉണ്ടാകുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത്. ആ വ്യാഴം ഇപ്പോൾ നല്ല സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ദാമ്പത്യപരമായിട്ടാണ് നല്ലതായിട്ട് കാണുന്നത്. അപ്പോൾ ആരെങ്കിലും വിവാഹമെല്ലാം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നടക്കും. കുറേ കാലമൊന്നും നടക്കുന്നില്ല എന്ന് വെച്ചതാണെങ്കിലും ഇപ്പോഴിറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താനും പെട്ടെന്ന് വിവാഹം നടക്കാനെല്ലാം സാധ്യതയുള്ളൊരു സ്ഥലത്താണ് ഈ വ്യാഴം വന്നിരിക്കുന്നത്. എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാനും പറ്റിയ സമയമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. ഭർത്താവിന് നല്ലതാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നല്ല സമയമാണ്. കുടുംബപരമായിട്ട് തന്നെ നല്ലൊരു സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പൊതുവെ എല്ലാ കാര്യത്തിനും, പ്രത്യേകിച്ച് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ വ്യാഴം കുടുംബ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. കുടുംബം, ദാമ്പത്യപരമായ കാര്യങ്ങൾ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാമാണ് ഏറ്റവും നല്ലതായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം ഉണ്ട്. സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും. സാമ്പത്തികത്തെക്കാട്ടിയും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് രോഗമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അത്രയും നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം മൂലം നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അശ്വതി, മകം, മൂലം നക്ഷത്രക്കാരിൽ മകം, മൂലം ഈ നക്ഷത്രക്കാർക്കാണ് വളരെ നല്ല സ്ഥലത്ത് വന്നിരിക്കുന്നത്. അവരെന്തെങ്കിലും ചെയ്യാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എന്തൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണ്. ഈ നല്ലൊരു സമയത്ത് അതിനിറങ്ങിത്തിരിക്കുക. അവരുടെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ അശ്വതി നക്ഷത്രക്കാർക്ക് സമയം ശരിയായിട്ടില്ല. കുറച്ച് കാലം കൂടിയും വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇതൊരു താൽക്കാലിക മാറ്റം മാത്രമാണ് ഈ പറഞ്ഞവർക്കെല്ലാം. കാരണം ഇതൊരു വക്രഗതിയിൽ വന്നതാണ്. പിന്നോട്ടേക്ക് വരിക എന്ന് പറയും. ചിലപ്പോൾ ഗ്രഹങ്ങൾ പിന്നോട്ടേക്ക് വരുന്നതായിട്ട് രാശിചക്രത്തിൽ അനുഭവപ്പെടും. അതിനാണ് വക്രഗതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വക്രഗതി കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ അത് അടുത്ത് തന്നെ തിരിച്ചു മുന്നോട്ടേക്കും പോകും. അപ്പം വക്രഗതി കുറേ കാലമൊന്നും ഉണ്ടാവില്ല. ഇത് കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ സമയം നല്ല സ്ഥലത്ത് വന്നവർ ഈ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതേസമയം മോശം സ്ഥലത്തുള്ളവർ ഇത് കുറച്ച് കാലത്തേക്കേ ഉള്ളൂ എന്ന് സമാധാനിക്കുക. കാരണം ഇത് അടുത്ത് തന്നെ മാറും. ഇതാണ് 19/2/2026 വെച്ചുള്ള
വ്യാഴൻ്റെ ഭാവമാറ്റ ഫലം അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക്.